കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ആരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ക്രിസ്തുയേശുവിൽ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ നാമും കർത്താവിൻ്റെ മഹത്വം പ്രാപിക്കും. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ കർത്താവ് എങ്ങനെ ആയിരിക്കുന്നുവോ അതുപോലെ തന്നെ കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഈ മർത്യമായ ശരീരം അമർത്യതയിലേക്ക് എന്ത് ചെയ്യും? തൻ്റെ സ്വരൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടും എന്നുള്ള പ്രത്യാശ. കർത്താവ് ഇന്ന് എങ്ങനെ ആയിരിക്കുന്നു എന്ന് ഭൂമിയിലായിരിക്കുന്ന നമുക്ക് വിശ്വാസ കണ്ണിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതാണ് അവിടെ പറയുന്ന, അവൻ ആയിരിക്കുന്നത് പോലെ ഇന്ന് നമ്മൾ കാണുന്നവരാണെങ്കിൽ ആ പ്രത്യക്ഷതയിൽ അവനെ പോലെ തന്നെ നാമും എന്ത് ചെയ്യും? തേജസ്കരണം പ്രാപിക്കും എന്നുള്ളത്. യേശുവിൻ്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ പിതാവാം ദൈവത്തോട് പുത്രനാം ക്രിസ്തു നമ്മെ എന്ത് ചെയ്യുന്നു? നീതീകരിക്കുന്നു. ക്രൂശിന്റെ മറവിൽ കർത്താവ് നമ്മെ മറയ്ക്കുന്നു. അനുദിനവും യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം, വചനത്താലുള്ള ശുദ്ധീകരണം, പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണവും ക്രൂശിന്റെ അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുകയും തൻ്റെ വരവിൽ തന്നോട് സദൃശ്യന്മാരായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കരുതുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിങ്കൽ, ദൈവവചനത്തിങ്കൽ നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ഇവിടെ ആശിക്കുന്ന കാര്യം, വരുവാനുള്ള കർത്താവ് വരും. അത് ഞാൻ എന്ത് ചെയ്യുന്നു? ആശിക്കുകയാണ്. കാരണം തന്നോടുകൂടെ നിത്യതയിൽ എന്നേക്കുമായിട്ട് എന്ത് ചെയ്യണം? ഞാനും ചേർക്കപ്പെടണം. അത് എൻ്റെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശം അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നു. നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഈ ഭൗമ ശരീരത്തിൽ നിന്ന് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലേക്ക് എന്ത് ചെയ്യും? മാറ്റപ്പെടും. അതിനാണ് കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് മറുരൂപമലയിൽ തേജസ്കരിക്കപ്പെട്ട് കാണിക്കുന്നു. ഭൗമിക ശരീരത്തിന് തേജസ്കരണം പ്രാപിക്കാൻ കഴിയുമെന്ന് എന്ത് ചെയ്യുന്നു? കർത്താവ് തൻ്റെ ഫിസിക്കൽ ബോഡിയിൽ അത് വെളിപ്പെടുത്തി കൊടുത്തു. മരിച്ചവർക്ക് പുനരുത്ഥാനമുണ്ടെന്ന് കർത്താവ് എന്ത് ചെയ്തു? പഠിപ്പിച്ചു. കർത്താവ് പ്രസംഗിച്ചു. മാത്രമല്ല, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് അനന്തരം കർത്താവിനെ അടക്കം ചെയ്തുവെങ്കിലും മൂന്നാം ദിവസം കർത്താവ് എന്ത് ചെയ്തു? പുനരുത്ഥാനം ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്കും അതുപോലെ തേജസ്കരണമുണ്ട്, നമുക്കും പുനരുത്ഥാനമുണ്ട്. ഈ രണ്ട് കാര്യം വളരെ വ്യക്തമായി നമ്മൾ വചനത്തിൽ നിന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വിശ്വാസം കേവലം ഭൗമികമായ ചില നന്മകളോ അനുഗ്രഹങ്ങളോ എന്നുള്ളതിനപ്പുറമായി നിത്യജീവൻ അവകാശമാക്കുവാനുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. കർത്താവിനെ നമ്മൾ കണ്ടിട്ടില്ല, അക്ഷരാർത്ഥത്തിൽ കണ്ടിട്ടില്ല എങ്കിലും ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും. വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ. നമുക്ക് ആത്മാവ് ദൈവം തന്നിട്ടില്ലയോ? ദൈവം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ ഛായയിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ ജീവശ്വാസത്തെ മനുഷ്യനിലേക്ക് ദൈവം എന്ത് ചെയ്യുന്നു? സന്നിവേശിപ്പിക്കുന്നു. അപ്പോൾ
ആത്മാവിനെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? മനുഷ്യന് നൽകിയിരിക്കുന്നു. ആ നൽകപ്പെട്ടിരിക്കുന്ന ദൈവം പകർന്ന ആത്മാവിനെ പിശാച് എന്ത് ചെയ്യുന്നു? ഏദൻ തോട്ടത്തിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തെ തകർത്തുകൊണ്ട് മനുഷ്യനെ എന്നേക്കുമായി നിത്യനരകത്തിലേക്ക് തള്ളിയിടുവാൻ അവൻ എന്ത് ചെയ്യുന്നു? അവനും പദ്ധതിയിടുന്നു. എന്നാൽ കാലത്തിന്റെ സമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന് നഷ്ടപ്പെട്ടു പോകേണ്ടിയ എന്നെ കർത്താവ് വീണ്ടും എന്ത് ചെയ്യുന്നു? മടക്കിയെടുത്ത് പരിശുദ്ധാത്മാവ് വീണ്ടും കർത്താവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ മേൽ പകർന്ന് നമുക്ക് പുതുജീവനെ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? നൽകിയിരിക്കുന്നു. ആ പുതുജീവനിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണം നടക്കുന്നത് മധ്യാകാശത്തിലാണ്. ആ മധ്യാകാശത്തിൽ നമ്മുടെ പൂർത്തീകരണം നടക്കേണ്ടിയതിനുള്ള വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ. ആത്മരക്ഷ പ്രാപിക്കുവാനുള്ള വിശ്വാസമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും വിശ്വാസത്താൽ ലഭിക്കും എന്ന് പറഞ്ഞ് നമുക്കത് ലഭിച്ചാലും ഈ ലോകം കൊണ്ട് അതെല്ലാം എന്ത് ചെയ്യും? അവസാനിക്കും. എന്നാൽ ഈ ലോകം കൊണ്ട് അവസാനിക്കാതെ നിത്യതയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിന് സ്വായത്തമാക്കുവാൻ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ സഹായിക്കട്ടെ. റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. നേരത്തെ നമ്മൾ വായിച്ചത് വിശ്വാസത്തിന്റെ അന്തം ആത്മരക്ഷ, നിത്യജീവൻ. ഇവിടെ നമ്മൾ വായിച്ചത് വിശുദ്ധീകരണത്തിന്റെ അന്തം ആത്മരക്ഷ. വിശ്വാസവും വിശുദ്ധീകരണവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് നമ്മെ എത്തിക്കുന്നത് നിത്യതയിലേക്കാണ്. ഒരു ദൈവസഭ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയുള്ള ആത്മരക്ഷ അവകാശമാക്കുവാനുള്ള വചനങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഇല്ലാത്ത പക്ഷം ആത്മരക്ഷ എന്ത് ചെയ്യത്തില്ല? ലഭിക്കുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം, വിശുദ്ധീകരണവും വിശുദ്ധീകരണത്തിനൊരു അന്തമുണ്ട്. ആ വിശുദ്ധീകരണത്തിന്റെ അന്തം എന്താണ്? നിത്യജീവനാകും. അപ്പോൾ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ, വിശുദ്ധീകരണത്തിന്റെ അന്തമായ ആത്മരക്ഷ നമുക്ക് എന്ത് ചെയ്യണം? പ്രാപിക്കാൻ കഴിയണം. ആ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. എന്താണ് നമ്മൾ ആശിക്കുന്നത്? നമ്മുടെ ആത്മാവിന്റെ തന്നെ നിത്യജീവൻ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അവൻ വരുമ്പോൾ കർത്താവ് നീതീകരിച്ച ദൈവത്തിന്റെ മക്കൾ തന്നോടുകൂടെ എന്ത് ചെയ്യും? ജീവിക്കും, തേജസ്കരിക്കപ്പെട്ട് ജീവിക്കും. ക്രിസ്തുവിൽ മരിച്ചുപോയവർ പുനരുത്ഥാനം ചെയ്തെന്ത് ചെയ്യും? ജീവിക്കും. അപ്പോൾ ക്രിസ്തുവിൽ മരണപ്പെട്ടു പോയിട്ടുള്ളവർക്കുള്ള പുനരുത്ഥാനത്തെ കുറിച്ചും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് സംഭവിക്കുന്ന തേജസ്കരണത്തെ കുറിച്ചും ദൈവവചനത്തിൽ എന്ത് ചെയ്യുന്നു? പറയുന്നു. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടിയ പ്രധാനപ്പെട്ട കാര്യം തേജസ്കരണമായിരിക്കണം, പുനരുത്ഥാനമായിരിക്കണം. ഈ രണ്ട് കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ്. അത് സംഭവിക്കേണ്ടുന്നതിന് വേണ്ടി ദൈവത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ, വിശുദ്ധീകരണവും അതിന്റെ അന്തമായ നിത്യജീവനും പ്രാപിക്കാനായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നോടുകൂടെ ജീവിക്കും. ഇവിടെ ജീവിക്കുന്ന കാര്യമല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരാരും ഭൂമിയിൽ ജീവിക്കുന്നില്ലയോ? പക്ഷേ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ വരാനുള്ളവൻ വരുമ്പോൾ അവനോടുകൂടെ എന്ത് ചെയ്യത്തില്ല? തേജസ്കരണം പ്രാപിക്കില്ല. വരാനുള്ളവൻ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ ക്രിസ്തുവില്ലാത്തവർ എന്ത് ചെയ്യത്തില്ല? പുനരുദ്ധാനം പ്രാപിക്കില്ല. അപ്പോൾ വരാനുള്ളവൻ വരുമ്പോൾ തന്നോടുകൂടെ എടുക്കപ്പെടുവാൻ തക്കവണ്ണം തേജസ്കരണം പ്രാപിക്കാനാണ് ഞാൻ ദൈവത്തിൽ എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. ആ നിത്യമായ അനുഭവത്തിലേക്ക് എനിക്കും എന്ത് ചെയ്യണം? ദൈവത്തോടുകൂടെ എനിക്കും എത്തിച്ചേരണം. അത് ദൈവത്തിന്റെ ഹൃദയത്തിലെ പരമപ്രധാനമായ അജണ്ടയാണ്. സകലത്തിനും
ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിലെ അജണ്ട അതാണ്. അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നു. തെസ്സലോനിയർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന നിദ്ര, മരിച്ചുപോയവരെ കുറിച്ച് ഉള്ള ദുഃഖം ഒത്തിരി ആൾക്കാർക്കും. ഇവിടെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്തിരിക്കുന്നു? മരണത്താൽ മാറ്റപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഈ മരണത്താൽ മാറ്റപ്പെട്ടു പോയവരെ കുറിച്ച് നിങ്ങൾ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുകയാണ്. 14-ാം വാക്യത്തിൽ യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ പ്രത്യാശ. യേശു മരിക്കുകയും പിന്നെ ജീവിക്കുകയും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു അർത്ഥവും ഇല്ല. യേശുവിനെ ആരാധിക്കുന്നത് കൊണ്ട് ഒരു അർത്ഥവും ഇല്ല. നമ്മൾ യേശുവിനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ മരണത്തെ അതിജീവിച്ചുയർത്തെഴുന്നേറ്റു. അവൻ മാത്രമാണ് അതെന്ത് ചെയ്തത്. ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ള പ്രമാണം യേശു താനായിരുന്ന ഭൗമികമായ ശരീരം പൂർണ്ണമായും ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? അനുസരിച്ചത് കൊണ്ട് ആ ശരീരത്തെ ഈ മണ്ണിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, മൂടി വെക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ഉള്ളിൽ ആയിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മരണത്തിൽ നിന്ന് കർത്താവിനെ എന്ത് ചെയ്തു? മടക്കി വരുത്തുമ്പോൾ അവൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ എന്ത് ചെയ്തു? നിർണയിക്കപ്പെട്ടു. ആ നിർണയിക്കപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ദൈവത്തെ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. അവൻ മരിച്ചവനല്ല, അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. അപ്പോൾ ഇവിടെ വായിക്കുന്നത് യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എല്ലാവരും അതെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും അത് വിശ്വസിക്കാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തുമില്ല. നാം വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ അവൻ ഇന്നും ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും മരണപ്പെട്ടു പോയവരെയും യേശുക്രിസ്തു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അല്ലേലും ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുകൊണ്ടാണ് ഉയരത്തിലെ ശക്തിയെന്നും അത്യന്ത ശക്തിയെന്നും പരിശുദ്ധാത്മാവിനെ പറയുന്നത്. കാരണം എന്താണ്? ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും ശക്തി കൊണ്ട് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ ജീവനിലേക്ക് വിളിച്ചു വരുത്താൻ സാധ്യമല്ല. ലോകം എത്ര കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് അടുത്ത തലങ്ങളിലേക്ക് അവർ ശാസ്ത്ര പുരോഗതി പ്രാപിച്ചാലും മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ മടക്കി വരുത്തുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നത് അത്യന്ത ശക്തി. ഈ അത്യന്ത ശക്തിയുമായിട്ടാണ് കർത്താവ് മധ്യാകാശത്തിൽ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ആ അത്യന്ത ശക്തിയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, എന്തിനു വിശ്വസിക്കുന്ന? കേവലം എന്തെങ്കിലുമൊക്കെ ഭൗമികമായ നന്മകൾ ലഭിക്കുമെന്നുള്ള വിശ്വാസമല്ല. വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ, വിശുദ്ധീകരണത്തിന്റെ അന്തമായ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യാത്ര ചെയ്യുന്ന, കർത്താവിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന, ഉപദേശങ്ങളിലും പ്രമാണങ്ങളിലും ചട്ടങ്ങളിലുമൊക്കെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത് യാത്ര ചെയ്യുന്നവരുടെ ഭൗമിക ശരീരം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തേജസ്കരണം പ്രാപിക്കും. അല്ല, നാം കർത്താവിന്റെ വരവ് താമസിച്ചാൽ, നാം മരണപ്പെട്ടു പോയാലും കർത്താവിന്റെ വരവിങ്കൽ പുനരുദ്ധാനം പ്രാപിക്കും. ദൈവവചനമാണ് ഇത്. ലോക മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അവന് വിശ്വസിക്കാൻ പറ്റത്തില്ല. സിമ്പിളായിട്ടൊരു കാര്യം ചിന്തിച്ചാൽ മതി. ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും ശാസ്ത്രത്തിന്റെ കയ്യിൽ ഒരു ഗോതമ്പ് മണി എടുത്ത് കയ്യിൽ കൊടുത്താൽ ഈ ഗോതമ്പ് മണിക്കകത്തിരിക്കുന്ന ജീവനെ നിങ്ങൾക്കൊന്ന് പുറത്തെടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്ത്രം പരാജയപ്പെടും. എന്നാൽ ആ ഗോതമ്പ് മണി എന്ത് ചെയ്യണം? നിലത്തിട്ട് അതിൽ വെള്ളം എന്ത് ചെയ്യണം? ഒഴിക്കുമ്പോൾ അതിനകത്തുള്ള ജീവൻ എന്ത് ചെയ്യും? പുറത്തു വരും എന്നാണ് കർത്താവ് ഉപമയിലൂടെ എന്ത് ചെയ്യുന്നത്? പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവോ അതിനെ സൃഷ്ടിച്ച കർത്താവാണ് നഷ്ടപ്പെട്ടു പോയ അനുഭവത്തിൽ നിന്ന് മടക്കിയെടുക്കുവാൻ തന്റെ പുത്രനെ കാൽവറി ക്രൂസിൽ എന്ത് ചെയ്തത്? പരമയാഗമാക്കി തീർത്തത്. ആ പരമയാഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. ആ പാപമോചനത്തിന് അനന്തരം നീതീകരണം.
നിത്യതയുള്ള കാര്യങ്ങളിൽ വിശുദ്ധീകരണം, തേജസ്കരണം എന്ന അനുഭവങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? അനുഗ്രഹം നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നു? പകരപ്പെടുന്നു. അത് നമുക്ക് നിത്യജീവനുള്ളതാണ്. ഈ ലോകത്തിൽ മനുഷ്യന്റെ ആയുസ് 70, 80, 90, 100 ആകുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് അവസാനിക്കും. എന്നാൽ നിത്യത എന്ന് പറയുന്നത് ദൈവത്തോടു കൂടിയുള്ള വാസം. ദൈവം അമർത്യനായ ദൈവമാണ്. അമർത്യനായ ദൈവത്തോടുകൂടി കോടാനുകോടി യുഗങ്ങൾ ദൈവത്തോടുകൂടി വാസം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരുന്ന അനുഗ്രഹമാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവം സൗജന്യമായി തന്നിരിക്കുന്നു. മനുഷ്യന്റെ ആത്മാവ് മരിച്ചാൽ അവൻ എവിടെ പോകും എന്ന് ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? അന്വേഷിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തു അതെന്ത് ചെയ്തു? കൃത്യമായി വെളിപ്പെടുത്തി. അപ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊള്ളുന്നവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവർ കർത്താവിന്റെ വരവിൽ പുനരുദ്ധാനം പ്രാപിക്കുന്നവർക്ക് ശേഷമാണ് ജീവനോടെ ശേഷിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യുന്നത്? രൂപാന്തരം പ്രാപിക്കുന്നത്. 16-ാം വാക്യം പ്രധാനം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് തേജസ്കരണം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യും? എടുക്കപ്പെടും. ഈ 2 കാര്യങ്ങൾ എനിക്ക് സംഭവിച്ചില്ലെങ്കിൽ ഞാൻ നിത്യതയിൽ ഇല്ല. ഈ 2 കാര്യങ്ങൾ ഈ കേൾക്കുന്നവർക്ക് സംഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിത്യതയിൽ ഇല്ല. ഒരു വിശ്വാസി കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പുനരുദ്ധാനം പ്രാപിക്കാനായിരിക്കണം നമ്മൾ കർത്താവിനെ എന്ത് ചെയ്യേണ്ടിയത്? അനുഗമിക്കേണ്ടിയത്. പുനരുദ്ധാനം സംഭവിച്ചില്ലെങ്കിൽ നിത്യതയിൽ എന്ത് ചെയ്യത്തില്ല? നിത്യ സ്വർഗത്തിൽ കാണത്തില്ല. 2-ാം മരണത്തിൽ അകപ്പെടും, നിത്യ നരകത്തിൽ മാറ്റപ്പെടും. 1-ാം മരണം സംഭവിച്ച മനുഷ്യൻ, 1-ാം മരണം എന്നവിടെ ഉദ്ദേശിക്കുന്നത് ഏദൻ തോട്ടത്തിൽ സംഭവിച്ച ആത്മീയ മരണം. അതിൽ നിന്ന് ക്രിസ്തുയേശുവിലൂടെ മനുഷ്യൻ എന്ത് ചെയ്തു? മടക്കിയെടുത്തു. ആ മടക്കിയെടുത്തതിൽ നിന്ന് വഴുതിപ്പോകുന്ന മനുഷ്യൻ അവൻ 2-ാം മരണത്തിൽ പോകും. 2-ാം മരണത്തിൽ പോകുന്നവനെ വീണ്ടും ദൈവത്തിന് മടക്കിയെടുക്കുവാൻ ഒരു പദ്ധതി ഇല്ല എന്നുള്ളത് ദൈവസഭയ്ക്ക് ബോധ്യമുണ്ടായിരിക്കണം. നിത്യനരകത്തിൽ നിന്ന് വീണ്ടും ദൈവത്തിനൊരു മടക്കിയെടുക്കൽ ശുശ്രൂഷ ഇല്ല എന്ന് വചനത്തിൽ നമ്മൾ കാണുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവിന്റെ വരവിൽ എന്ത് സംഭവിക്കണം? ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ പുനരുദ്ധാനം എന്ത് ചെയ്യണം? പ്രാപിക്കണം. ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തേജസ്കരണം എന്ത് ചെയ്യണം? പ്രാപിക്കണം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. പ്രിയമുള്ളവരെ, യേശു ക്രൂശിക്കപ്പെടുന്നു. യേശു നമുക്ക് വേണ്ടി പാപയാഗമാക്കപ്പെട്ട് മരണപ്പെട്ടു. കർത്താവിനെ എന്ത് ചെയ്യുന്നു? കല്ലറയിൽ കൊണ്ടുവയ്ക്കുന്നു. എന്നാൽ 3-ാം ദിവസം കർത്താവ് എന്ത് ചെയ്യുന്നു? പുനരുദ്ധാനം പ്രാപിക്കുന്നു. ഈ പുനരുദ്ധാനം പ്രാപിച്ച ശക്തി എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. യേശു ജീവിച്ചിരുന്നപ്പോൾ യേശുവിൽ അധിവസിച്ചിരുന്ന പരിശുദ്ധാത്മാവാണ് യേശുവിന്റെ ഭൗമിക ശരീരത്തെ എന്ത് ചെയ്തത്? ഉയർത്തെഴുന്നേൽപ്പിച്ചത്. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ദൈവസഭയെ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നിൽ ദൈവം പകരുന്ന പരിശുദ്ധാത്മാവാണ് എന്നെ രൂപാന്തരപ്പെടുത്തുന്നത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് ഞാൻ മരണപ്പെട്ടു പോയാൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. യേശുവിൽ ഇരുന്ന പരിശുദ്ധാത്മാവാണ് യേശുവിന്റെ ഭൗമിക ശരീരത്തെ പുനരുദ്ധാനത്തിൽ മരണത്തെ അതിജീവിച്ച് എഴുപ്പിച്ചതെങ്കിൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ അതേ ആത്മാവ് പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ കർത്താവിന്റെ നാദത്തിങ്കൽ തേജസ്കരണം പ്രാപിക്കും. ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ മർത്യ ശരീരങ്ങൾ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. ആ ബോധ്യം എന്ത് ചെയ്യും? ഒരു വിശ്വാസിക്കുണ്ടാകും. ആ ബോധ്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? റോമർക്കെഴുതിയ ലേഖനത്തിൽ
8-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ തേജസ്കരണം പ്രാപിക്കുവാനുള്ള ഒരു ഞരക്കം ഒരു വിശ്വാസിയുടെ ഉള്ളിലുണ്ടെങ്കിൽ നീ പ്രാപിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കർത്താവിന്റെ വരവിൽ തേജസ്കരണം പ്രാപിക്കപ്പെടേണ്ടുന്നതിന് പുത്രത്വത്തിന്റെ ആത്മാവിനാൽ ഉള്ളിൽ എന്തുണ്ടാവും? ഞരക്കം ഉണ്ടാവും. വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ എന്തുണ്ടാവും? താല്പര്യം ഉണ്ടാവും. ഭക്ഷണം കഴിയുമ്പോൾ വിശപ്പ് എന്ത് ചെയ്യുന്നു? മാറും. നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ യഥാർത്ഥത്തിലെ വിശപ്പ് എന്താണെന്നാണ് ഇവിടെ വായിച്ചത്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, തേജസ്കരണം പ്രാപിക്കേണ്ടുന്നതിനുള്ള ഒരു വിശപ്പ് ആര് തരും? പരിശുദ്ധാത്മാവ് തരും. ആ ഞരക്കം എന്ത് ചെയ്യും? ഉള്ളിൽ എപ്പോഴും കാണും. അവരാണ് പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ 2 കാര്യമേ സംഭവിക്കത്തുള്ളൂ. 1 തേജസ്കരണം, 2 പുനരുദ്ധാനം. ഈ 2 കാര്യത്തിനകത്ത് ഞാനില്ലെങ്കിൽ ഞാൻ നിത്യതയിലില്ല. അപ്പോൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, വിശ്വാസ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഇല്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നത്. കർത്താവിന്റെ വരവിൽ തേജസ്കരിക്കപ്പെട്ടില്ല, എന്തായിരിക്കും സ്ഥിതി? കൈവിടപ്പെട്ടു. കർത്താവിന്റെ വരവിൽ പുനരുദ്ധാനം എന്ത് ചെയ്തില്ല? പ്രാപിച്ചില്ല. പിന്നത്തെ പുനരുദ്ധാനം ഉണ്ടോ? ഉണ്ട്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ആബാലവൃദ്ധം എല്ലാവരും എന്ത് ചെയ്യും? പുനരുദ്ധാനം പ്രാപിച്ചു വരും. എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെ പുനരുദ്ധാനം പ്രാപിച്ചു വരുന്നത്? 2-ാം മരണത്തിൽ ന്യായവിധിക്കപ്പെട്ടു പോകാനുള്ള പുനരുദ്ധാനമാണ്. അതുകൊണ്ടാണ് വചനം വ്യക്തമായി പറയുന്നത്, 1-ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. ആരാണ് ഭൂമിയിലെ ഭാഗ്യവാൻ? തേജസ്കരണം പ്രാപിക്കുവാനുള്ളവനാണ് ഭാഗ്യവാൻ. പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് ഭാഗ്യവാന്മാർ. കാരണം ഭാഗ്യപദവി എപ്പോൾ വെളിപ്പെടും? കർത്താവിന്റെ വരവിൽ തേജസ്കരണം പ്രാപിക്കുമ്പോഴാണ് ഭാഗ്യപദവി വെളിപ്പെടുന്നത്. പുനരുദ്ധാനത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുമ്പോഴാണ് ഭാഗ്യപദവി എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുന്നത്. അല്ലാതെ ഈ ഭൂമിയിലുള്ള എല്ലാ ഭാഗ്യപദവിയും എന്ത് ചെയ്യും? നശിച്ചു പോകും. അതുകൊണ്ടാണ് കർത്താവ് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? പ്രയത്നിപ്പിൻ. എന്തോ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അപ്പോൾ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കർത്താവിൽ അധിവസിച്ചിരുന്ന അതേ പരിശുദ്ധാത്മാവാണ് കർത്താവിന്റെ ശരീരത്തെ എന്ത് ചെയ്ത് പുനരുത്ഥാനത്തിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ഗ്ലോറി ടു ഗോഡ്. യേശുവിൽ വസിച്ചിരുന്ന അതേ ആത്മാവാണ് ദൈവസഭയ്ക്ക് കർത്താവ് എന്ത് ചെയ്യുന്നത്? കൊടുത്തിരിക്കുന്നത്. ആ ആത്മാവ് ലഭിച്ചിരിക്കുന്നവരുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യും? ഒരു ഞരക്കമുണ്ടാവും. എന്താ? ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞ എന്താ? ആത്മാവിന്റെ വീണ്ടെടുപ്പ് എന്ത് ചെയ്തു? കഴിഞ്ഞതാണ്. ദേഹിയിലെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് കർത്താവിന്റെ വരവ് വരെയും നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. അതൊരു പ്രോസസ്സാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എപ്പോൾ സംഭവിക്കും? കർത്താവിന്റെ വരവ്. അതിനുവേണ്ടി ഉള്ളിൽ എന്ത് ചെയ്യുന്നു? ഒരു ഞരക്കം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും അത്രേ. അപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ചിട്ടുള്ള ദർശനം നമുക്ക് വളരെ പ്രധാനമാണ്. ദർശനം ദൈവവചനത്തിലെ വെളിച്ചത്തിലൂടെ ആ ദർശനം നമുക്ക് വളരെ പ്രധാനമാണ്. ദൈവവചനത്തിലെ വെളിപ്പാടിലൂടെ ആ ദർശനം നമുക്ക് വളരെ പ്രധാനമാണ്. ദൈവവചനത്തിലെ വ്യാഖ്യാനത്തിലൂടെ ആ ദർശനം നമുക്ക് വളരെ പ്രധാനമാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. പാപത്തെക്കുറിച്ചുള്ള ബോധ്യം പ്രാധാന്യമുള്ളതാണ്. ഒരു പാപിക്ക് നീതീകരണം ആവശ്യമാണ്. ആരോട് നീതീകരണം? പിതാവാം ദൈവത്വം. പുത്രനാം ക്രിസ്തുവിലൂടെ അല്ലാതെ നീതീകരണം ലഭിക്കുകയില്ല. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യം തരുന്നു. പുത്രനാം ക്രിസ്തു പിതാവാം ദൈവത്തോട് നമ്മെ എന്ത് ചെയ്യുന്നു? നീതീകരിക്കുന്നു. ആ നീതീകരണം നമ്മൾ പ്രാപിക്കാത്ത പക്ഷം ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ബോധ്യപ്പെടുത്തുന്നു. പാപത്തെക്കുറിച്ച് ആദ്യം ബോധ്യപ്പെടുത്തുന്നു. നീതീകരണം ആവശ്യമാണെന്ന് എന്ത് ചെയ്യുന്നു? ബോധ്യപ്പെടുത്തുന്നു. ആ നീതീകരണം ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ സാധ്യമാണെന്ന് എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് പറയുന്നു. അത് വിശ്വസിച്ചാൽ ആ നീതീകരണം നമുക്ക് എന്ത് ചെയ്യുന്നു? അവകാശമാക്കുവാൻ കഴിയും. ആ നീതീകരണം അവകാശമാക്കാത്ത പക്ഷം ന്യായവിധി ഉണ്ടാകുമെന്നുള്ള കാര്യവും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ബോധ്യപ്പെടുത്തുന്നു. ആ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം അല്ലെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുകയും
നമ്മൾ ദൈവരാജ്യത്തിനകത്തേക്ക് നമ്മളുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നു? ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. നമ്മുടെ സന്തോഷം പിതാവിനോട്, പുത്രനോട്, പരിശുദ്ധാത്മാവിനോടായിരിക്കണം. ആ പരിശുദ്ധാത്മാവിലാൽ നമുക്ക് എന്തുണ്ടാകുന്നു? ആത്മാവിന്റെ സന്തോഷമുണ്ടാകും. ലോകം അതിന്റെ മോഹത്തോടു കൂടി എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ വചനത്തിലൂടെയുള്ള ആത്മാവിന്റെ രക്ഷയ്ക്കുള്ള ദൈവിക പദ്ധതിയുടെ ദർശനം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. വചന വെളിപ്പാടിലൂടെ, വചനജ്ഞാനത്തിലൂടെ, വചന വ്യാഖ്യാനത്തിലൂടെ ആ ദർശനം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. പാപമോചനത്തെ കുറിച്ചിട്ടുള്ള ദർശനം ക്രൂശിലൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. നമ്മുടെ ആത്മാവിന്റെ രക്ഷയെ കുറിച്ചിട്ടുള്ള ദർശനം നമുക്കുണ്ടാകണം. നീതീകരണം പ്രാപിക്കേണ്ടുന്നതിനുള്ള ദർശനം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ശുദ്ധീകരണം പ്രാപിക്കേണ്ടുന്നതിനുള്ള ദർശനം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടുന്നതിൻ്റെ ദർശനം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെടേണ്ടിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വചനത്തിലൂടെയുള്ള ദർശനം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. രൂപാന്തരപ്പെടേണ്ടിയ ദർശനം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. പുത്രത്വം പ്രാപിക്കേണ്ടുന്നതിനുള്ള ദർശനം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. തേജസ്കരണം പ്രാപിക്കേണ്ടുന്നതിന്റെ ദർശനം നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഉൽപ്രാപണം പ്രാപിക്കുന്ന ദിവസം എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ കലണ്ടറിൽ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കർത്താവിന്റെ വരവിൽ അതെന്ത് ചെയ്യും? സംഭവിക്കും. അപ്പോൾ ദൈവസഭ ഉൽപ്രാപണം പ്രാപിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യണം? ദർശനമുണ്ടാകണം. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള ദർശനം എന്ത് ചെയ്യണം? ഉണ്ടാകണം. പുതിയ യെരുശലേമിനെ കുറിച്ചിട്ടുള്ള ദർശനം എന്ത് ചെയ്യണം? ഉണ്ടാകണം. സിയോനെ കുറിച്ചിട്ടുള്ള ദർശനം ഉണ്ടാകണം. ദൈവത്തോടുകൂടി എന്നേക്കുമായി വേർപിരിയാത്തതായ നിത്യതയെ കുറിച്ചിട്ടുള്ള ദർശനം ദൈവസഭയ്ക്കുണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. അല്ലാതെ കാണുന്ന എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ടിട്ടുള്ള ദർശനമല്ല എന്ത് ചെയ്യേണ്ടി? ഉണ്ടാകേണ്ടി. എന്തെങ്കിലും ദർശനം എന്നെ കുറിച്ച് കണ്ടോ പാസ്റ്ററെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യും? എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, വചനത്തിലൂടെയുള്ള ആത്മാവിന്റെ രക്ഷയെ കുറിച്ചിട്ട് തേജസ്കരണം പ്രാപിക്കാനുള്ള ദർശനം, പുനരുത്ഥാനം പ്രാപിക്കാനുള്ള ദർശനം യേശുക്രിസ്തുവിലൂടെ നമ്മൾ പ്രാപിക്കാത്ത പക്ഷം നമ്മൾ നിത്യതയിൽ ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, ഞാൻ തേജസ്കരിക്കപ്പെടുവാനുള്ള ശക്തി ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പ്രാപിച്ചിരിക്കണം. എൻ്റെ ഉള്ളിലിരിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് ഞാൻ തേജസ്കരിക്കപ്പെടുവാനുള്ളവനാണെന്ന് എൻ്റെ ഉള്ളിൽ പറയണം. ആദ്യ ഫലമായി ക്രിസ്തു എന്ത് ചെയ്തു? പുനരുദ്ധാനം പ്രാപിച്ചു. പിന്നെ ശേഷമുള്ളവർ എന്ത് ചെയ്യും? പുനരുദ്ധാനം പ്രാപിക്കും. ആ പുനരുദ്ധാനം പ്രാപിക്കാനുള്ളവനാണെന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ സംസാരിക്കും. പുനരുദ്ധാനം പ്രാപിക്കാനുള്ളവനാണ്. അതിൽ ആ ഒരു നിശ്ചയമുണ്ടാകുന്നത് വരെയും ദൈവത്തിന്റെ ദർശനം എന്ത് ചെയ്യണം? പുതുക്കണം. ആ ദർശനം നമുക്ക് പുതുക്കണമെങ്കിൽ ഒന്നാമത് നമുക്ക് ആവശ്യം എന്താണ്? സമയം. ഇന്ന് ആൾക്കാർക്ക് എന്തില്ല? സമയമില്ല. ഒന്നിനും എന്തില്ല? സമയമില്ല. എന്നാൽ ജീവൻ ആണ് ഏറ്റവും വിലപ്പെട്ടത്, ജീവിതമല്ല. ജീവനാണോ വിലപ്പെട്ടത്? ജീവിതമാണോ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാൽ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു മനുഷ്യന് സർവ്വലോകവും നേടാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൊടിക്കുന്ന സമയം കൊണ്ട് ലോകത്തിലുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും സ്വയത്തമാക്കാൻ ശേഷിയുള്ള എത്രയോ ലക്ഷം ആൾക്കാർ ഈ ഭൂമിയിൽ ഇന്നുണ്ട്. പക്ഷെ അവരുടെ ആത്മാവിനെ കുറിച്ച് അവർ കൃത്യത വചനത്തിലൂടെ കണ്ടിട്ടില്ലാത്ത പക്ഷം, വിശ്വസിക്കാത്ത പക്ഷം അത് പ്രാപിക്കുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യന് സർവ്വലോകത്തിലെ എല്ലാ ഇൻപങ്ങളും നേടിയെടുക്കാൻ എന്ത് ചെയ്യും? കഴിയും. മനുഷ്യന് അസാധ്യമായതൊന്നുമല്ല അത്. എന്നാൽ തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ സർവ്വലോകം നേടിയിട്ട് എന്തു പ്രയോജനം? അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം തേജസ്കരണം പ്രാപിക്കാൻ, നാം പുനരുദ്ധാനം പ്രാപിപ്പാൻ അതിയായ വാഞ്ച നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ, ശുദ്ധീകരണത്തിൻ്റെ അന്തമായ നിത്യജീവൻ. യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നിൽ അധിവസിച്ചിരുന്ന ആത്മാവ് ക്രൂശിക്കപ്പെടുമ്പോൾ പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ കർത്താവ് പറഞ്ഞ എന്താണ്? എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കും. സ്നാനപ്പെട്ടപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവുന്ന പോലെ യേശുവിൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. അതേ ആത്മാവിനാലാണ് കർത്താവ് ഈ ഭൂമിയിൽ എന്ത് ചെയ്തത്? ജീവിക്കുന്നത്. ജീവിച്ച് കർത്താവ് കല്ലറയിൽ
3 ദിവസം എന്ത് ചെയ്യുന്നു? വയ്ക്കപ്പെടുമ്പോൾ തന്നിൽ ഇരുന്ന അതേ ആത്മാവ് കർത്താവിൻ്റെ ശരീരത്തെ പുനരുത്ഥാനത്തിൽ കൊണ്ടുവന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവസഭയെ, നമ്മിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മെ തേജസ്കരിക്കുന്നത്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിച്ചിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിയവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇതിന് അവകാശം. ഇതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഒരു കാര്യം എന്ത് ചെയ്തിരിക്കുന്നു? കണ്ടിരിക്കുന്നു, നിത്യജീവൻ. ഹല്ലേലൂയ. അത് അവകാശമാക്കുവാൻ കഴിയുമോ എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഓടുകയാണ്. അത് പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല? നിരൂപിക്കുന്നില്ല. പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടും. നിങ്ങൾക്കും എന്ത് ചെയ്യാം? കൂടെ ഓടാം. അത് പിടിക്കാം, ഇത് പിടിക്കാം, എല്ലാം പിടിക്കാം എന്നുള്ള കാര്യമല്ല പൗലോസിന്റെ ലക്ഷ്യം. ഒറ്റ കാര്യമാണ് ഞാൻ ലക്ഷ്യം വെച്ചത്. ഷൂട്ട് ചെയ്യുന്നവർ വിദൂരത്തിൽ ഷൂട്ട് ചെയ്യുന്ന ആ ഷൂട്ടിംഗ് പോയിന്റ് അവർ ഷാർപ്പൺ ചെയ്താൽ അവരെ കണ്ണെന്ത് ചെയ്യുന്നു? വളരെ ഷാർപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഷൂട്ട് ചെയ്യുന്നത്. വളരെ അലേർട്ടായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഷൂട്ട് ചെയ്യുന്നത്. ഒരു ചെറിയൊരു വ്യത്യാസം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സംഭവിച്ചു കഴിഞ്ഞാൽ വെടിയുണ്ട അങ്ങ് എത്തുമ്പോഴത്തേക്ക് വളരെ വൈഡായിട്ട് എന്ത് ചെയ്യും? ആ ബോർഡിൽ പോലും എന്ത് ചെയ്യത്തില്ല, തുടത്ത്. ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം 2 ലക്ഷ്യമായാൽ, ശ്രദ്ധ മാറിയാൽ നമ്മുടെ ലക്ഷ്യം ഒരുപാട് ഡീവിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? പോവും. കർത്താവിൻ്റെ വരവിൽ എനിക്കും എന്ത് ചെയ്യണം? തേജസ്കരണം പ്രാപിക്കണം. ആ ആത്മാവ് എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആ ഞരക്കം എന്ത് ചെയ്യുന്നു? എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ദാവീദും തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ മരണ നിഴലിൻ്റെ താഴ്വരയിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? നടന്നാലും ഞാൻ നിർഭയമായിരിക്കും. കാരണം ജീവന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഈ മരണ നിഴൽ എന്ന് പറഞ്ഞാൽ എന്താ? ചില സന്ദർഭങ്ങളിലൊക്കെ ചില രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ നോക്കിയാലും ആ ശമനം എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകാതെ വരുമ്പോൾ നിഴല് പോലെ മരണം എന്ത് ചെയ്യാണ്? പിന്തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം അതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, പറ്റത്തില്ല. അല്ലാത്ത പക്ഷം പ്രായാധിക്യത്തിലേക്ക് പോകുമ്പോൾ നിഴല് പോലെ എന്ത് ചെയ്യും? ഇത് വരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഇനി എത്ര നിഴല് പോലെ വന്നാലും ജീവനുള്ള ദൈവം എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് ആ നിഴല് കണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് മരണത്തെ അതിജീവിച്ച ദൈവത്തെയാണ്. ആ പുനരുത്ഥാനം ക്രിസ്തുവിന് സംഭവിച്ചെങ്കിൽ അതേ പരിശുദ്ധാത്മാവിനാൽ എനിക്കും അത് സംഭവിക്കും. ഇതാണ് വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും മനസ്സിലാവുന്നുണ്ട്. വരാനുള്ളവൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? പുനരുത്ഥാനം സംഭവിക്കും, തേജസ്കരണം സംഭവിക്കും. വരുമ്പോൾ തന്നോടുകൂടെ എന്ത് ചെയ്യും? ജീവിക്കും എന്നാണ് വചനം. വരാനുള്ളവൻ വരുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കും എന്നാണ് പറയുന്നത്. ഇന്ന് വചനത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ വരാനുള്ളവൻ വരുമ്പോൾ വിശ്വാസികൾ വേറെ എങ്ങോട്ടോ ജീവിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവിന് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, ഒരുക്കപ്പെടുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യുന്നു? പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവം തരുന്ന പ്രതിഫലം എന്താണ്? നിത്യജീവൻ. കർത്താവ് നൽകുന്ന പ്രതിഫലം മധ്യാകാശത്തിൽ കർത്താവിന്റെ മക്കൾ എന്ത് ചെയ്യും? തേജസ്കരണം പ്രാപിക്കും. ക്രിസ്തുവിൽ മരിച്ചവരെന്ത് ചെയ്യും? പുനരുദ്ധാനം പ്രാപിക്കും. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന പ്രതിഫലം. അതുകൊണ്ട് മോശയും പറഞ്ഞ എന്താണ്? പ്രതിഫലം നോക്കിയത് കൊണ്ട് ദൈവജനത്തോടു കൂടിയുള്ള കഷ്ടം സഹിക്കുന്നതാണ് ഉത്തമമെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ എങ്ങോട്ട് കൊണ്ടുപോകാൻ താൻ തൻ്റെ ജീവിതത്തെ വെച്ചു? കനാനിലേക്ക് കൊണ്ടുപോകാൻ. അക്ഷരീയമായ കനാനിലേക്ക് കൊണ്ടുപോകുവാൻ മോശ എന്ത് ചെയ്തു? തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ അരുമനാഥൻ വിശ്വാസത്തിന്റെ നായകനായ ക്രിസ്തു നമുക്ക് മുൻപിൽ നമ്മെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്? നിത്യജീവനിൽ കൊണ്ടുപോകാൻ. യേശുവിന്റെ ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണ്? തന്നിൽ വിശ്വസിക്കുന്നവർ തന്നോടുകൂടെ നിത്യതയിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ആ നിത്യജീവനിലേക്ക് പ്രവേശിപ്പാനാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. നമുക്ക് ലോകപ്രകാരമുള്ള എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ 5 അപ്പം എടുത്ത് കർത്താവ് വാഴ്ത്തിയപ്പോൾ 5000 പേര് ഭക്ഷിച്ചില്ലേ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്തങ്ങ് ജീവിച്ചാൽ പോരായിരുന്നു? ക്രൂസിൽ എന്തിനാ കയറിയേ? അപ്പൊ ജനത്തിന് എപ്പോഴും ആഗ്രഹം എന്നാണ്? നല്ലൊരു പ്രാസംഗികനായി കർത്താവിന് എന്ത് ചെയ്യണം? കാണണം. അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കുന്ന യേശുവിന് എന്ത് ചെയ്യണം? കാണണം. യേശുവിന്റെ അടുക്കൽ ഇവരെല്ലാവരും കൂടെ പിറ്റേന്ന് ഒരുമിച്ച് കൂടിയപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞ എന്താണ്? നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. അപ്പം തിന്ന് തൃപ്തിയായതുകൊണ്ടാണ് പിന്നെയും വന്നത്. യേശു പറഞ്ഞ കാര്യമാണ്. കർത്താവ് അത്ഭുതം ചെയ്തെന്താണ്? താൻ ആരാണെന്നുള്ള കാര്യം അടയാളത്തിലൂടെ ജനത്തിന് എന്ത് ചെയ്യണം? ബോധ്യമാവണം. ബോധ്യമായിട്ട് നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന അപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വരണം. അതാണ് ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞത്, കർത്താവെ, ഞങ്ങൾ നിന്നെ വിട്ടുപോയാൽ ഞങ്ങൾക്കുള്ള നിത്യജീവൻ അന്യമാണ്. കാരണം നിത്യജീവൻ എന്ന് പറയുന്നത് നീയാണ്.
കർത്താവ് യഹൂദന്മാരുടെ ഇടയിൽ നിൽക്കുമ്പോഴും കർത്താവ് പറഞ്ഞ എന്താണ്? നിങ്ങൾ ന്യായപ്രമാണത്തെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ശോധന ചെയ്ത് നോക്കുന്നു, അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിരൂപിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ നിരൂപണം എന്നെ എന്ത് ചെയ്യുന്നു? സാക്ഷ്യപ്പെടുത്തുന്നു. നിത്യജീവൻ ഉണ്ടെന്നുള്ള കാര്യം എന്നിൽ എന്ത് ചെയ്യുന്നു? സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും നിത്യജീവൻ പ്രാപിപ്പാൻ നിങ്ങളും എൻ്റെ അടുക്കൽ എന്ത് ചെയ്തില്ല? യഹൂദനും വരുന്നില്ല, പുറംജാതിയിലുള്ളവർ എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. ഇവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സുബോധത്തിന്റെ ആത്മാവിന്റെ പ്രസക്തിയിരിക്കുന്നു, ജ്ഞാനത്തിന്റെ ആത്മാവിന്റെ പ്രസക്തിയിരിക്കുന്നു, വെളിപ്പാടിന്റെ ആത്മാവിന്റെ പ്രസക്തിയിരിക്കുന്നു, പരിജ്ഞാനത്തിന്റെ ആത്മാവിന്റെ പ്രസക്തിയിരിക്കുന്നു, വിശ്വാസത്തിന്റെ ആത്മാവിന്റെ പ്രസക്തിയിരിക്കുന്നു, വിശുദ്ധിയുടെ ആത്മാവിന്റെ പ്രസക്തിയിരിക്കുന്നു. ദൈവം ഇത് ആർക്കാണ് നൽകിയിരിക്കുന്നത്? ദൈവമക്കൾക്ക്. ആ ദർശനം എന്ത് ചെയ്യണം? നമ്മളിൽ പുതുക്കപ്പെടണം. അതിന് നമുക്ക് എന്തുണ്ടാകണം? സമയമുണ്ടാകണം. നേരത്തെ പറഞ്ഞല്ലോ, സമയം. ദൈവവചനം അറിയാൻ നിങ്ങൾ സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ സത്യം നിങ്ങൾ അറിയും. സമയം കൊടുക്കാതെ വചനം അറിയത്തില്ല. സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങളുടെ വായ് എന്ത് ചെയ്യും? സത്യം വെളിപ്പെടുത്തും, വചനത്തെ വെളിപ്പെടുത്തും. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നവൻ വചനത്തിലെ സത്യത്തെ വെളിപ്പെടുത്തും. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവൻ ദൈവത്തിന്റെ കൃപ എന്തെന്ന് തിരിച്ചറിയും. അവനിൽ കൃപയുണ്ടാകും, അവനിൽ കൃപാവരം ഉണ്ടാകും. എങ്ങോട്ടുള്ള കൃപ? നിത്യതയിലേക്കുള്ള കൃപ. എങ്ങോട്ടുള്ള കൃപാവരം? നിത്യജീവനിലേക്കുള്ള കൃപാവരം. പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാവരമോ നിത്യജീവൻ. ഈ കൃപാവരം, നിത്യജീവനിലേക്കുള്ള കൃപാവരം ജ്വലിക്കപ്പെടണമെങ്കിൽ സമയം എടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? കഴിയണം. വചനത്തിന്റെ മുമ്പിൽ ധ്യാനിക്കാൻ കഴിയുന്നവന് സത്യം തിരിച്ചറിയും. പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുന്നവൻ കൃപ എന്തെന്ന് തിരിച്ചറിയും. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂട്ടായ്മ ബന്ധം പുലർത്തുവാൻ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കൂട്ടായ്മ ബന്ധം പുലർത്തുന്നവൻ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് തിരിച്ചറിയും. അവന് ഫെലോഷിപ്പ് ഉണ്ടാവും. ഒരു വ്യക്തി ജീവിതത്തിന് ദൈവവചനത്തിന്റെ സത്യം അവനിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദൈവ സ്നേഹം എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഇതിനു വേണ്ടിയിട്ടായിരിക്കണം സമയം എന്ത് ചെയ്യാൻ? ചെലവഴിക്കാൻ. അപ്പൊ ദർശനം പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന സമയം ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ തക്കവണ്ണം സമർപ്പണം. ദർശനമുള്ളവൻ സമർപ്പിക്കും, അവന്റെ സമയത്തെ സമർപ്പിക്കും. എന്തിനു വേണ്ടി സമർപ്പിക്കും? സത്യം അറിയുവാൻ, വചനത്തെ അറിയുവാൻ, വചനത്തെ കേൾക്കുവാൻ, വചനത്തെ പ്രാപിക്കുവാൻ, ഉപദേശങ്ങളിലും പ്രമാണങ്ങളിലും ചട്ടങ്ങളിലും കീഴ്പ്പെടുത്തി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവൻ തയ്യാറാണ്. അവന് പിന്നെ പറയാൻ വേറെ ഒന്നും എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. കാരണം എന്താ? അവന്റെ സമയം മുഴുവൻ ചെലവഴിക്കുന്നത് എവിടെയാണ്? വചനത്തിൽ. വചനത്തിൽ സമയം ചെലവഴിക്കുന്നവന് വചനം പറയാനുണ്ടാകും. സത്യവചനത്തെ അവൻ എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവൻ സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകുന്ന കൃപ എന്താണെന്ന് അവൻ എന്ത് ചെയ്യും? തിരിച്ചറിയും. കൃപാവരവും അവനിൽ എന്ത് ചെയ്യും? വെളിപ്പെടും. നമ്മുടെ സമയം പാഴായി കളയാതിരിക്കാനാണ് ഈ പറയുന്നത്. എന്റെ കൂട്ടായ്മ ആരോടാണ്? അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും അത്രേ. പിതാവ് എന്ത് പറയുന്നു, പുത്രൻ എന്ത് പറയുന്നു, പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു? ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വെളിപ്പെട്ടത് ക്രിസ്തുവിലാണ്. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും എന്ന് പറയുന്നത് പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം ഒരുമിച്ച് മനുഷ്യന്റെ ഫിസിക്കൽ ബോഡിയിൽ വെളിപ്പെട്ടിട്ടുണ്ട്. അതാണ് ക്രിസ്തു. പത്രോസിനോട് കർത്താവ് പറഞ്ഞ എന്താ? ബറിയോനായ ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് വെളിപ്പെടുത്തിയത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവ് അത്രേ നിനക്ക് എന്തിരിക്കുന്നത്? വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഫിലിപ്പോസിന്റെ അടുക്കൽ കർത്താവ് ആയിരിക്കുമ്പോൾ ഫിലിപ്പോസ് ചോദിച്ചത്, കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ വെളിപ്പെടുത്തി തരണം. യേശു തിരിച്ചുള്ള പ്രതികരണം നമ്മൾ വായിക്കുമ്പോൾ എന്തോ ഒരു വിഷമത്തിലായിരിക്കും കർത്താവ് അത് പറഞ്ഞത്. ഇത്രയും നാള് ഞാൻ നിങ്ങളോട് കൂടെ നടന്നിട്ട് നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നില്ലയോ? ഞാനും പിതാവും ഒന്നത്രേ. പിതാവാണ് നിങ്ങളോട് കൂടെ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. നിങ്ങളത് തിരിച്ചറിയുന്നില്ലയോ? ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹത്തിൽ അധിവസിച്ചിരുന്നത് ക്രിസ്തുവിലാണ്. അവൻ സ്നാനപ്പെടുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് കർത്താവിൽ അധിവസിച്ചിരുന്നു.
പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ അധിവസിച്ചിരുന്നു. പുത്രനാം ദൈവം ക്രിസ്തുവിൽ അധിവസിച്ചിരുന്നു. പിതാവാം ദൈവം ക്രിസ്തുവിൽ അധിവസിച്ചിരുന്നു. ദൈവം മനുഷ്യന് വെളിപ്പെട്ടു. വെളിപ്പെടുന്നവനാണ് ദൈവം. ദൈവം മനുഷ്യന് പ്രത്യക്ഷമാകപ്പെട്ടു. അതാണ് ക്രിസ്തു. ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജനിച്ച് ജീവിച്ച് മരിച്ച് അവിടെ കഥ തീരുകയല്ല. മരിച്ചതിന് ശേഷം പുനരുദ്ധാനം പ്രാപിച്ചു. അവിടെ തുടങ്ങുകയാണ് ഞങ്ങളുടെ സുവിശേഷം എന്നാണ് പൗലോസ് പറയുന്നത്. യേശുവിന്റെ ക്രൂശ് മരണത്തിന് ഇപ്പുറത്തോട്ടുള്ള സുവിശേഷമല്ല ഞങ്ങളുടെ സുവിശേഷം. ക്രൂശ് മരണവും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ സുവിശേഷം. ആ സുവിശേഷമാണ് നിങ്ങൾക്ക് നിത്യജീവനെ തരുന്നത്. രോഗസൗഖ്യം കിട്ടിയാൽ നിത്യജീവൻ കിട്ടുമോ? ഭൂതശാന്തി ഉണ്ടായാൽ നിത്യജീവൻ കിട്ടുമോ? 5 അപ്പം നുറുക്കി 5000 പേര് ഭക്ഷിച്ചു 12 കുട്ടം മിച്ചമെടുത്താൽ നിത്യജീവൻ കിട്ടുമോ? നിത്യജീവൻ കിട്ടണമെങ്കിൽ ക്രൂശിന്റെ വചനം, ക്രൂശിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അതിന് ക്രൂശിലേക്ക് നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ നിയോഗമുണ്ടാകണം. ദർശനം പ്രധാനമാണ്, സമർപ്പണം പ്രധാനമാണ്, നിയോഗം പ്രധാനമാണ്. ദൈവത്തിന്റെ വഴിയിലേക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുക്കുവാൻ വിധേയത്വം പ്രധാനമാണ്. ഇന്ന് മനുഷ്യർക്ക് എന്തില്ല? വിധേയത്വമില്ല, അനുസരണം വരുന്നില്ല, താഴ്മ വരുന്നില്ല. എന്താണ് ജനത്തിന് കിട്ടാൻ ആവശ്യം? ലോകപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം. അത് കിട്ടിയാലോ അത് അഴിഞ്ഞു പോകുന്നതാണ്. അത് മായയായ ലോകത്തിലെ കാര്യമാണ്. ഞങ്ങളോ നിലനിൽക്കുന്നതിനെയാണ് ഞങ്ങൾ നോക്കുന്നത്. ലോകമനുഷ്യനെ കാണാൻ കഴിയാത്തതും ഞങ്ങളുടെ കണ്ണിന് കാണാൻ കഴിയുന്നതുമായത്. ഈ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യമായ കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അത് പ്രാപിപ്പാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഓടുന്നത് എന്ന് അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, കനാനിലേക്ക് ഉള്ള ദർശനം വളരെ പ്രധാനമാണ്. സിയോനെ കുറിച്ചിട്ടുള്ള ദർശനം വളരെ പ്രധാനമാണ്. 30 ലക്ഷത്തോളം പേരാണ് ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന്, മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് എന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത്. പുറപ്പെട്ടവരിൽ 2 പേരാണ് കനാനിൽ പ്രവേശിച്ചത്. 10 ലക്ഷം പേർ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് നോഹയുടെ കാലഘട്ടം. ആ നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയത്തിൽ ബാക്കി സകല ജനവും നഷ്ടപ്പെട്ടു പോയപ്പോൾ 8 പേരാണ് എന്ത് ചെയ്തത്? രക്ഷ പ്രാപിച്ചത്. നോഹയുടെ കാലഘട്ടത്തിന് മുൻപ് ജനം മുഴുവനും അവർ നിഷ്ഠൂരമായ വഴികളിലൂടെ, പാപത്തിന്റെ വഴികളിലൂടെ കഠിനഹൃദയരായി അവർ ജീവിക്കുമ്പോൾ ഹാനോക്ക് എന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. സോദോം ഗൊമോറ പട്ടണത്തെ ദൈവം അഗ്നിത്തീക്ക് ഇരയാക്കുമ്പോൾ ലോത്തും 2 പെൺമക്കളും മാത്രമാണ് എന്ത് ചെയ്തത്? രക്ഷ പ്രാപിച്ചത്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും മരിച്ചു മൺമറഞ്ഞപ്പോൾ അതിനിടയിൽ നിന്ന് ഒരുവൻ പുനരുദ്ധാനം പ്രാപിച്ചു. അതാണ് നമ്മുടെ ലക്ഷ്യം. ഗ്ലോറി ടു ഗോഡ്. നിങ്ങളും ബിരുദം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. കർത്താവിന്റെ വരവിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സഭ തേജസ്കരണം പ്രാപിക്കും. ഈ ഭൂമിയിൽ ജീവിച്ച് ഭക്തിയോടെയും വിശ്വാസത്തോടെയും വിശുദ്ധിയോടെയും ശരിയായ ദർശനത്തിലും ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, വചനമെന്ന സത്യത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട്, ദൈവകൃപയിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട്, ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് ജീവിച്ച് മരിച്ചു മൺമറഞ്ഞു പോയവരും കർത്താവിന്റെ വരവിൽ അവരും പുനരുദ്ധാനം പ്രാപിക്കും. പ്രിയമുള്ളവരെ, യേശുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി യേശുവിന്റെ കല്ലറയ്ക്കൽ വരുമ്പോൾ നമ്മൾ ആ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാകും. കാരണം എന്താണെന്നറിയോ? യേശു പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ ആ ചുറ്റുപാടുമുള്ള ദേശത്തിലെ അനേകം കല്ലറകളിലുള്ളവരും പുനരുദ്ധാനം പ്രാപിച്ചു. ആ ശക്തിയുടെ പ്രവാഹം അവിടെ ഉണ്ടായപ്പോൾ അത് സംഭവിച്ചെങ്കിൽ അതേപോലെ തന്നെ കർത്താവിന്റെ വരവിൽ കല്ലറകൾ തുറക്കും. ഇതെല്ലാം അടയാളങ്ങൾ കാണിച്ചിരിക്കുന്ന എന്താണ്? ഇത് സംഭവിക്കാൻ പോകുന്ന സമയം അനധിവിദൂര ഭാവിയിൽ നടക്കും. നിങ്ങളും അത് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. തേജസ്കരണം പ്രാപിക്കുവാൻ ഓടുവിൻ. പുനരുത്ഥാനം പ്രാപിപ്പാൻ ഓടുവിൻ. നമ്മളായിരിക്കുന്ന കാലഘട്ടം ഇത് ദുഷ്കാലമാണ്. അതുകൊണ്ട് സമയം എന്ത് ചെയ്യുവിൻ? തക്കത്തിൽ ഉപയോഗിക്കും. നിങ്ങളുടെ രക്ഷാനായകൻ, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ പടിവാതിൽക്കലാണ്. നമ്മൾ മാനസാന്തരപ്പെടുക, അനുതപിക്കുക, വീണ്ടും വീണ്ടും അനുതപിക്കുക, വീണ്ടും വീണ്ടും പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക, ദൈവിക വചനത്തിൻ്റെ ശക്തി പ്രാപിക്കുക, കൃപമേൽ കൃപ നമ്മൾ അവനിൽ നിന്ന് എന്ത് ചെയ്യുക? പ്രാപിക്കുക.
നമ്മിൽ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്യന്ത ശക്തി എന്ന് വചനം പറയുന്നു. ഈ ലോകത്തിലെ കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കാനുള്ള ശക്തിയല്ല, അത്യന്ത ശക്തി എന്താണ് ചെയ്യുന്നത്? തേജസ്കരണത്തിൽ കൊണ്ടുവരും. അത് നമ്മൾ കാണും. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അത് ലോകം എന്ത് ചെയ്യുന്നില്ല? തേജസ്കരണം ലോകം എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. പുനരുദ്ധാനം ലോകം എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. എന്നാൽ നാമോ വിശ്വാസത്താൽ നമ്മൾ അതെന്ത് ചെയ്യുന്നു? അറിയുന്നു. ചുമ്മാ വിശ്വാസത്താൽ ഞാൻ അറിയുന്നു എന്നാണ്. ചുമ്മാ അത് ആർക്കും കയറി എന്ത് ചെയ്യാൻ പറ്റില്ല. വിശ്വാസത്താൽ തേജസ്കരണം പ്രാപിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. സമയമെടുക്കും. വചനത്തിലൂടെയുള്ള യാത്ര വളരെ പ്രധാനമാണ്. പരിശുദ്ധാത്മാവിലൂടെയുള്ള യാത്ര വളരെ പ്രധാനമാണ്. ദൈവകൃപയിലൂടെയുള്ള യാത്ര വളരെ പ്രധാനമാണ്. അത് അനുഭവിച്ചറിയുന്നവർക്കാണ് ഇത് വിശ്വാസം എന്ത് ചെയ്യുന്നത്? വർദ്ധിക്കുന്നത്. വേറെ എങ്ങോട്ടെങ്കിലുമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് പുനരുദ്ധാനത്തെക്കുറിച്ചോ തേജസ്കരണത്തെക്കുറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്തില്ല? മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. നാം യേശു മറുരൂപമലയിൽ തേജസ്കരിക്കപ്പെട്ടതുപോലെ തേജസ്കരിക്കപ്പെടും. യേശു മരണത്തിൽ നിന്ന് പുനരുത്ഥാനത്തിലേക്ക് വന്നതുപോലെ നാം പുനരുത്ഥാനം എന്ത് ചെയ്യും? പ്രാപിക്കും. യേശു എല്ലാവരും കാണുക സ്വർഗാരോഹണം ചെയ്തതുപോലെ കർത്താവിൻ്റെ വരവിൽ നാമും സ്വർഗാരോഹണം ചെയ്യും. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നമുക്ക് നോക്കാം. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നമുക്ക് സൂക്ഷിച്ചു നോക്കാം. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം. ഏതാണ് നല്ല പ്രവൃത്തി? തേജസ്കരണം പ്രാപിക്കുക എന്നുള്ളത്. ഏതാണ് നല്ല പ്രവൃത്തി? പുനരുദ്ധാനം പ്രാപിക്കുക എന്നുള്ളത്. നമ്മിൽ ഈ നല്ല പ്രവൃത്തി എവിടെ ആരംഭിച്ചു? ക്രൂശിൽ ആരംഭിച്ച ദൈവം പരിശുദ്ധാത്മാവിൽ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പൂർത്തീകരണം എപ്പോൾ സംഭവിക്കും? മധ്യാകാശത്ത്. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം തൻ്റെ നാളിൽ, നമ്മുടെ നാളെന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല, തൻ്റെ നാളിൽ. തൻ്റെ നാൾ ഏതാണ്? മധ്യാകാശത്ത്. ഓ ഗ്ലോറി ടു ഗാഡ്. തൻ്റെ നാളിൽ അത് തികയ്ക്കും. ആ തേജസ്കരണം അന്ന് നടക്കും. പുനരുദ്ധാനം അന്ന് നടക്കും. പിന്നെ ഇതാ എന്നേക്കുമായി ദൈവത്തോടു കൂടിയുള്ള വാസത്തിലേക്ക് ദൈവസഭ എടുക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവ് വചനങ്ങളാൽ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ.